ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1ാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാജ്യം അമൃതകാലത്തിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും സർക്കാർ പദ്ധതികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് ഉപരാഷ്ട്രപതി തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഭീകരവാദമെന്ന പൊതുഭീഷണിയെ സംയുക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, the Indo-Pacific will become even more important to the world. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള ഇന്ധന ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് വിലയിരുത്തിയ യോഗം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിയമവിരുദ്ധമായ ടോൾ പിരിവിനെയും അപലപിച്ചു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. വിതരണ ശൃംഖലകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ധനസഹായം ലഭ്യമാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഫലപ്രദമായ മാനേജ്മെന്റിനും ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ VD സതീശൻ പറഞ്ഞു. കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പ്രോജക്റ്റുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന്, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിന്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിൽ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമവുമായി നമ്മൾ മുന്നോട്ട്. 2017 തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു.
ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. 2017 നിയമങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ലഭ്യമായ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയതായി ഹർജിയിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ലോകമെമ്പാടും ശാരീരികക്ഷമത, മാനസികാരോഗ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായി യോഗ മാറിയിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. योग ये हमारे देश की संस्कृति भी है, हमारी जीवन शैली भी है. आज से सदियों पहले योग भारत से निकल के सारे दुनिया में गया है. फिर से योगासना की फर्स्ट वर्ल्ड चैंपियनशिप करके उसको पुनः भारत में एक बड़ा कार्यक्रम के रूप में आयोजित करेंगे. भारत में कॉमनवेल्थ का जब आयोजन करा जाएगा तब उसमें स्वदेशी गेम्स या तो भारतीय स्पोर्ट्स के रूप में योगासना को भी स्थान दिया जाएगा. ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജസ്ഥാനിലെ ബീക്കാനീർ സാഞ്ചു പോസ്റ്റിൽ BSFന്റെ പ്രഹരി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കാക്കുന്നതിനൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ BSFന് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ പുതുതായി നിർമ്മിച്ച 14 വനിതാ ബാരക്കുകളുടെ വെർച്വൽ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ സുഗമവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ആവശ്യകത മന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി ജൂൺ 1 എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ധരംശാലയിൽ തുടക്കമായി. 1-ാം ക്വാളിഫയറിൽ ടോസ് നേടിയ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29-ന് 2-ാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്തോനേഷ്യൻ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു ടൂർണമെന്റിന്റെ 2-ാം റൌണ്ടിൽ കടന്നത്. പുരുഷ ഡബിൾസിൽ അമേരിക്കൻ ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം 2-ാം റൌണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1-ാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.